എൻ്റെ മോനോ, അയ്യോ 120 കഴിഞ്ഞ്. ചേടാ സമയം ചേട്ടാ അങ്ങനെ പോർക്കിൻ്റെ ഇറച്ചി മീറ്റ് വന്നിട്ട് ഫ്രഷായിട്ട് കടയിൽ നിന്ന് പോർക്ക് ആ ഇറച്ചി കട്ട് ചെയ്ത് കറക്റ്റ് 9 പീസ് ഒരു ബോക്സിലാക്കി ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ ആൾ വന്നിട്ട് ഈ ബാഗ് തോളത്തിട്ടുകൊണ്ട് ഈ മന്ത്രം പറയും. അതിനുശേഷം ഈ പ്രേതം ഈ പറയുന്ന ആളിൻ്റെ ദേഹത്തോട്ട് വരുന്നതായിരിക്കും. ഒരു ഇതുപോലും വരാൻ പാടില്ല. അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ എടാ മതിടാ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ട്രാക്കാ എൻ്റെ ദൈവമേ, ഇവനെന്തോ നോക്കുന്നു? ചന്ദ്രനെ നോക്കുവാണ് ഞാൻ. മതിടാ, നീ ഇങ്ങോട്ട് നോക്കുന്നേ? ഇവിടെ ആരല്ല? എൻ്റെ ദൈവം തമ്പുരാനെ, എൻ്റെ പൊന്നു ദൈവമേ, എന്തോ അത് നിൽക്കുന്നേ? എൻ്റെ പടച്ചോനെ, എക്സ്ട്രീം ക്യാപ്ചർ. അതും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ്റെ ദേഹത്തുള്ളത് പാരാ? അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ആരാണ്? 2 എനർജി ഉണ്ട്. അപ്പോൾ അതോ ഇവിടെ നിന്ന് എനർജിയുടെ പ്രസൻസ് ആണോ അവൻ്റെ ദേഹത്തുള്ളത്? ഞാൻ ബാഗ് ഇന്ന് തുറക്കുന്നേ. ട്രാക്കാ അതെടുക്കില്ല. നീ വിട്ട് എടുക്കില്ല. ആ ഇറച്ചി എടുക്കുക. ഇറച്ചി വിട്ട് വായിട്. ഡാ കളിക്കില്ല. ഡാ നീ വിട്ട് ഇത് ദേഹത്തുള്ള എന്തോ ആണെങ്കിലും ഇവിടെ നിർത്തിക്കോ. വെൽക്കം ടു ഡെയറിങ് സൂര്യ. സോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകണം. ഗോസ്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം വഴികളുണ്ട്, കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ബട്ട് ഞങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവം വന്നിട്ട് കുറച്ച് റിസ്ക്കാണ്. കുറച്ചല്ല, നല്ല റിസ്ക്കാണ്. സോ അതെന്താണെന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡെയറിങ് സൂര്യ യൂട്യൂബ് ചാനൽ വന്നിട്ട് ഇതിലിടുന്ന വീഡിയോസൊക്കെ വന്നിട്ട് ഹൊറർ കണ്ടൻറ്റാണ്, ഹൊറർ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ്. സോ ഇതൊക്കെ വന്നിട്ട് ഞാൻ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഫോർമാറ്റിലാണ്, അല്ലെങ്കിൽ ആ ഒരു ടാഗിലാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് തന്നെ. അബണ്ടർ ആയിട്ടുള്ള കെട്ടിടങ്ങൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക. സോ ഗോസ്റ്റ് എക്സ്പ്ലോറിങ്, ഗോസ്റ്റ് ഹണ്ടിങ് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, സോ അതാണ് ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സോ ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. സോ ഗോസ്റ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. സോ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതെന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പോർക്കിൻ്റെ ഇറച്ചി മീറ്റ് വന്നിട്ട് ഫ്രഷായിട്ട് കടയിൽ നിന്ന് പോർക്ക് ആ ഇറച്ചി കട്ട് ചെയ്ത് കറക്റ്റ് 9 പീസ് ഒരു ബോക്സിലാക്കി ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോസ്റ്റ് വന്നിട്ട് പ്രേതത്തെ വരുത്തിക്കാൻ വേണ്ടിയിട്ട് സോ കൂടെ ഉള്ള ഒരാൾ അതാരാന്ന് പറയാം. സോ ആ വ്യക്തിയോട് വന്നിട്ട് ചില മന്ത്രങ്ങളുണ്ട്, അത് ഞാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. സോ ഈ ആൾ വന്നിട്ട് ഈ ബാഗ് തോളത്തിട്ടുകൊണ്ട് ഈ മന്ത്രം പറയും. അതിനുശേഷം ഈ പ്രേതം ഈ പറയുന്ന ആളിൻ്റെ ദേഹത്തോട്ട് വരുന്നതായിരിക്കും. വരണം, ഇതാണ് കോൺസെപ്റ്റ്. ബട്ട് ഇത് വരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, അത് ചെയ്താൽ അറിയത്തുള്ളൂ. മേ ബി ഫെയിലിയർ ആകാം. വന്ന ഹൈ റിസ്ക്കാണ്, അത് നമ്മൾ നോക്കണം. അത് എന്താ പറയുക, ഹാൻഡിൽ ചെയ്യണം ആരും ഇത് വന്നിട്ട്. സോ ഇത് എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് ചോദ്യം വരും. സോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വന്നിട്ട് ആ ഒരു മൊമെൻറ്റിൽ ആ ഒരു സമയത്ത് ഇതിന് പീക്കിലോട്ട് പോകുന്ന സമയത്ത് അവസാന ഘട്ടത്തിൽ നിന്ന് എൻ്റെ ദേഹത്തുനിന്ന് എന്നെ വന്നിട്ട് നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരണം.
അത് കൂടെയുള്ള ആൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ആ ഒരു സമയത്ത് ആ ഒരു ടൈമിൽ വന്നിട്ട് ആ ഒരു പടപടപ്പിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ബട്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതെ ആ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. സോ ക്ലിയർ ആക്കണമായിരിക്കും. ഓക്കെ, ഇതാണ് സംഭവം. അതിന് മുന്നേ ആയിട്ട് തന്നെ ആ ആളിനോട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് മന്ത്രം എന്താണ് ചെയ്യേണ്ടത്, വന്നു കഴിഞ്ഞാൽ അതിനുള്ള പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യേണ്ടത്, പിന്നെ പുറത്തോട്ട് വരാനുള്ള മൈൻഡ് കൺട്രോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു 3-4-5 ദിവസമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇന്ന് ആരാ വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രാഗൺ കുഞ്ഞ്. സോ നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്യാരക്ടർ ഡ്രാഗൺ കുഞ്ഞാണ് വീണ്ടും വന്നിരിക്കുന്നത്. സോ ഞാൻ ആ വ്യക്തി എന്ന് പറഞ്ഞില്ലേ, ഇതാണ് ആ വ്യക്തി. സോ ഓക്കെ അല്ലേ ചെയ്യാനായിട്ട്? പടപടപ്പൊന്നും വേണ്ട, ഓക്കെ അല്ലേ? പേടിയൊന്നും ഇല്ലല്ലോ, ചെയ്യല്ലേ? സോ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് മൈൻഡ് വെച്ചോളൂ. എന്തെങ്കിലും ഉണ്ട് ഒരു ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ട് പോകുന്നുണ്ട് എന്ന് ഫീലായി കഴിഞ്ഞാൽ കണ്ടൻറ്റൊന്നും നോക്കണ്ട, പുറത്ത് വന്നേക്ക്. സിമ്പിൾ കേട്ടോ. എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് തെറ്റായിട്ട് പോകുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കണ്ടൻറ്റ് നോക്കണ്ട, പുറത്തോട്ട് വന്നേക്ക്. പിന്നത്തെ കാര്യം നമുക്ക് പിന്നെ നോക്കിയേക്കാം കേട്ടോ. ഫസ്റ്റ് സേഫ്റ്റിയാണ്, അത് മൈൻഡ് വെച്ചോളുക. പിന്നെ ഇത് ദേഹത്ത് വന്നു എന്നുള്ളൊരു ഡ്രാഗൺ ഫീലാവുമല്ലോ. ഫീലായി കഴിയുമ്പോഴത്തേക്ക് ഒരു മെഴുകുതിരി കത്തിച്ച് ഫ്രണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ആ മെഴുകുതിരി ഊതി അണയ്ക്കണം, എന്നാലേ എനിക്കറിയത്തുള്ളൂ ദേഹത്ത് എന്തോന്ന് വന്നിട്ടുണ്ടെന്നുള്ളത്. സോ ഫ്രണ്ട് ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും, ആ മെഴുകുതിരി ഊതി അണയ്ക്കണം. ഡ്രാഗൺ വന്നിട്ടുണ്ടെങ്കിൽ, ദേഹത്ത് സംതിങ് എന്തെങ്കിലും ഫീൽ ആയിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ അറിയുന്നത് അത് ഊതി അണയ്ക്കുമ്പോഴായിരിക്കും. ഇല്ലെങ്കിൽ എനിക്കും ഓഡിയൻസിന് മനസ്സിലാവത്തില്ല. സോ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ ഒരിക്കലും വിചാരിക്കരുത്. കുറേ നാളുകളായിട്ട് ഞങ്ങളത് സംസാരിച്ച് അതിനു വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ വേറെ ചില ആൾക്കാരോടൊക്കെ സംസാരിച്ച് അതിനകത്തുനിന്ന് കൊണ്ടുവന്ന ഒരു കണ്ടൻറ്റാണിത്. ഇപ്പോഴും പറയാം, ഹൈലി റിസ്ക് ആണ്. ബട്ട് അത് വന്നിട്ട് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യത്തില്ല, ആരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യരുത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്തേക്കുന്നത്. മീറ്റുള്ള ഇറച്ചി, പോർക്കിൻ്റെ അതുപോലും കാണിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കടയിൽ നിന്ന് ഫ്രഷായിട്ട് കട്ട് ചെയ്ത് അത് അതേപോലെ തന്നെ അവിടുന്ന് തന്നെ ഞാൻ പാക്ക് ചെയ്ത് മേടിക്കുമായിരുന്നു ആ ബോക്സിനകത്തോട്ട്. സോ അതും കാണിക്കത്തില്ല, എന്താണ് മന്ത്രം എന്നുള്ളതും പറയത്തില്ല. ബട്ട് ഇതെല്ലാം ഡ്രാഗൺ അറിയാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഇതിൽ വന്നിട്ട് വേറെ സംഭവമുണ്ട്. ടോട്ടൽ വന്നിട്ട് 120 സെക്കൻഡാണ്, അത് 2 മിനിറ്റാണ് ടോട്ടൽ ടൈം ഡ്യൂറേഷനേ ഉള്ളൂ. കാരണം ഹൈ റിസ്ക് എടുക്കുന്നില്ല. ഈ ഷോർട്ട് പീരിയഡ് തന്നെ, ഷോർട്ട് ടൈം തന്നെ ഡ്രാഗൻ്റെ ബോഡിയിൽ വന്നിട്ട് പ്രേതത്തെ കൊണ്ടുവന്നിട്ട് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാൻ ഡ്രാഗനെ. ഇല്ലെങ്കിൽ അത് അപകടമാണ്. സോ ജസ്റ്റ് ഒരു 120 സെക്കൻഡ് മാത്രമേ ടൈം വന്നിട്ട് സെറ്റാക്കി വെച്ചിട്ടുള്ളൂ. ഇതിന് മുകളിലോട്ട് പോകുന്ന ഓരോ സെക്കൻഡും അപകടം തന്നെയാണ്. നമുക്ക് വന്നിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? സോ ഗൈസ്, മെഴുകുതിരി വെച്ച് കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ ബാഗിലാണ് അതിരിക്കുന്നത്, ആ പോർക്കിൻ്റെ മീറ്റ്. അതെടുത്ത് തോളത്തിട്ടോ, അതെടുത്ത് തോളത്തിടണം. ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. മറ്റേ മന്ത്രം ഓർമ്മയുണ്ടല്ലോ? ഓക്കെ അല്ലേ? അല്ല, കുറച്ചുകൂടി തെറ്റിച്ചായിരുന്നു അത് ചോദിച്ചത്. ഓക്കെ അല്ലേ? ഒന്നും കൂടി ചോദിക്കുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ, ടൈം ഒന്ന് നോക്കട്ടെ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. കണ്ണടച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, അത് പറയാൻ മറന്നുപോയി. കണ്ണടച്ചിട്ട് വേണം ഇത് ചെയ്യാൻ, കണ്ണ് തുറക്കാൻ പാടില്ല.
32 സെക്കൻഡായി. 50 സെക്കൻഡ് ആകുമ്പോൾ വിളിക്കാം. ഗൈസ് 50 സെക്കൻഡായി. ഡ്രാഗൻ ഡ്രാഗനെ എൻ്റെ പോന്നു. അയ്യോ 120 കഴിഞ്ഞ്. ഡാടാ സമയം ഡ്രാഗനെ വന്നത്. അത് വന്ന് അവൻ്റെ ദേഹത്ത് കയറിയിട്ടുണ്ടത്. അവൻ്റെ ദേഹത്ത് കയറി. സമയം 100. ഇവൻ്റെ ദേഹത്ത് ഏതെങ്കിലും ആത്മാവ് കയറിയിട്ടുണ്ടോ? ഹലോ, ഈ പയ്യൻ്റെ ദേഹത്ത് എന്തെങ്കിലും ആത്മാവ് കയറിയിട്ടുണ്ടോ? ഹലോ, ഈ പയ്യൻ്റെ ദേഹത്ത് കയറിയിരിക്കുന്ന ആത്മാവിൻ്റെ പേരെന്താ പറയാമോ? നിങ്ങൾ പെണ്ണാണോ ആണാണോ? ഇത് ഊതി അണച്ച്. അവന് സംതിങ് എന്തോ ഫീൽ ആയിട്ടുണ്ട്. അത് ഊതി അണച്ചത് ഞാൻ അതാ പറഞ്ഞത് ഫസ്റ്റ് തന്നെ. എന്തെങ്കിലും തോന്നുവാണെങ്കിൽ അത് ഊതി അണച്ചേക്കണം എന്നാണ് പറഞ്ഞത്. ഡ്രാഗരാ, കൈ ശരിക്കും തണുത്ത് കേട്ടോ, ശരിക്കും തണുത്ത് കൈ. ഹലോ, ഇവൻ്റെ ദേഹത്ത് കയറിക്കുന്ന ആരാ? പെണ്ണാണോ ആണാണോ? ഹലോ, നിങ്ങൾ ആരാണ് ദേഹത്ത് കയറിയിരിക്കുന്നത്? നിങ്ങളെ വിളിച്ച് വന്നിട്ട് ഉപദ്രവിക്കാനല്ല, അതിപ്പോഴേ പറഞ്ഞേക്കാം. അവന് ഒരു ഇതുപോലും വരാൻ പാടില്ല. അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ പാടില്ല. നിങ്ങൾ എടാ മതിടാ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ട്രാക്കാ, അയ്യോ മതി സമയം 3 മിനിറ്റായി. ട്രാക്കാ മതിടാ മതിന്ന് പുറത്തോ മതിടാ. ഇങ്ങനെ ഇരിക്കുന്നേ. അമ്മ ട്രാക്ക മതി കേട്ടോ. എൻ്റെ കണ്ണുണ്ട്. എൻ്റെ ദൈവമേ, എന്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എന്തോ നോക്കുന്നേ? ചന്ദ്രനെ നോക്കുവാണ് ഞാൻ. മതിയാ മതി. ശ്വാസം പെടുന്നു ശരിക്കും. സമയം 2 മിനിറ്റാണ് പറഞ്ഞു, 8 മിനിറ്റായി. മതിയടാ. ഹലോ, നിങ്ങൾ ആരാന്ന് പറയാമോ? ഇവൻ്റെ ദേഹത്ത് വന്നേക്കുന്നത്, ഇവൻ്റെ ദേഹത്ത് കയറിയ നിങ്ങൾ ആരാന്ന് പറയാമോ? ഹലോ, ഇവൻ്റെ ദേഹത്ത് കയറി നിങ്ങൾ ആരാന്ന് പറയാമോ? നിങ്ങളുടെ പേര് പറയാമോ?
ഇവൻ്റെ ദേഹത്ത് എന്തോ ഒന്ന് കയറിയിട്ടുണ്ട്. നിങ്ങളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ? നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്, വേറൊന്നിനുമല്ല. അവനൊരു ഉപദ്രവം വരാൻ പാടില്ല. ഗൈസ് ആക്ച്വലി വന്നിട്ട് അവൻ്റെ ദേഹത്ത് സംതിങ് എന്തോ കയറിയിട്ടുണ്ട്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ബട്ട് സംതിങ് ഒരു ശ്വാസം ശരിക്കും വലിച്ച് ശ്വാസം വിടുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം വന്നിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അത് പെട്ടെന്ന് ചന്ദ്രനെ നോക്കുന്നു, പെട്ടെന്ന് അങ്ങോട്ട് നോക്കുന്നു, പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. 2 മിനിറ്റ് സമയമുള്ളായിരുന്നു. ഇപ്പോൾ അത് വന്നിട്ട് സമയം 6-7 മിനിറ്റ് അങ്ങോട്ടായി. ഇപ്പം തന്നെ ഏതാണ്ട് 8 മിനിറ്റിന് അടുത്തായി. ട്രാഗാ മതിയടാ, പുറത്തു വാ. ട്രാഗാ ട്രാഗനെ, നിങ്ങൾ ആരാ നിങ്ങൾ പറയാമോ? ശ്വാസം വിടുന്നുണ്ടോ? ശ്വാസം വിടുന്ന സൗണ്ട് കേട്ടോ. എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നു, നിങ്ങൾ ആരെന്ന് പറയാമോ? ഹലോ, എന്താ ചെയ്യാ? കേസുണ്ടോ? സമയമുണ്ടോ? 8 മിനിറ്റ് അടുത്ത്, 9 മിനിറ്റ് അടുത്തായി. മതി കേട്ടോ, സമയം ഒത്തിരിയായി. നീ പുറത്തു വന്നേ. എന്തു കാണിക്കുന്നേ? ഫോണോ? മെഴുകുതിരിയോ? മെഴുകുതിരിയാണോ? എന്തോ ചോദിക്കുന്നേ? എന്നാ കത്തിക്കാനോ? മെഴുകുതിരി കത്തിക്കാൻ പറയാം. കത്തിച്ചിട്ടാ ട്രാഗ കത്തിച്ചാ. ഞാൻ മതി. എന്ത് നോക്കുന്നത് നീ? എടാ നീക്ക് എന്ത് പറ്റിയെന്ന്? നീ പുറത്ത് വന്നേ മതി കേട്ടോ, പുറത്ത് വന്നേ മതി. സമയം ഒത്തിരി ആയിട്ടുണ്ട്. എന്ത് കത്തിക്കാൻ പറഞ്ഞു ഇവനത്? നീ എങ്ങോട്ട് നോക്കുന്നേ? അവിടെ ആരാ ഉള്ളേ? എൻ്റെ ദൈവം തമ്പുരാനെ, എൻ്റെ പൊന്ന് ദൈവമേ, എന്തോ അത് നിൽക്കുന്നേ? എൻ്റെ പടച്ചോനെ, ആകടാ. എന്ത് ചിരിക്കുന്ന നീ? ട്രാഗനെ ഓക്കെ ആണോ? എന്താ ചിരിക്കുന്ന നീ? ട്രാഗനാണോ ചിരിക്കുന്നേ? എൻ്റെ ദൈവം നമ്പുരാനെ. ട്രാഗനാ മതി കേട്ടോ, പുറത്തുനിന്നാ മതി. നിങ്ങളുടെ പേര് പറയാമോ? നിങ്ങളുടെ പേര് പറയാൻ പറ്റുമോ? പേര് നിങ്ങളുടെ പേര് പറയാൻ പറ്റുമോ ഒന്ന്? എൻ്റെ പടച്ചോ, നിങ്ങളുടെ പേര് പറയാൻ പറ്റുമോ? പേര് എൻ്റെ ദൈവമേ. മതി നീ മതിടാ. ട്രാഗനാ മതിടാ. മതി കേട്ടോ. മതിന്ന് എന്ത് പറയുന്നത്? ഇപ്പം മെഴുകുതിരി കണക്ക് മെഴുകുതിരി കാണിച്ചപ്പോൾ തല ആട്ടിട്ടുണ്ടോ?
ആ മെഴുകുതിരി കത്തിക്ക് മാത്രമേ ഉള്ളൂ തല പൊക്കി വയ്ക്കുന്നത്. മെഴുകുതിരി അണച്ചു കഴിയുമ്പോൾ തന്നെ തല താഴോട്ടിട്ട്. അപ്പോൾ ഈ മെഴുകുതിരി ഫസ്റ്റ് അണച്ചത് ഡ്രാഗൻ അണച്ചത്, വീണ്ടും കത്തിക്കാൻ പറഞ്ഞത് ആ ദേഹത്ത് കയറിയിട്ടുള്ള വേറെ ഏതോ എനർജിയാണ് കത്തിക്കാൻ പറഞ്ഞത്. എൻ്റെ ദൈവമേ ഗൈസ്, ഇത് നിൽക്കി ഒരു സെക്കൻഡ്, നമ്മൾ അവിടെ എന്തോന്ന് കണ്ട്. അവിടെ ഒരു രൂപ കണ്ട്. എൻ്റെ ദൈവം തമ്പുരാനെ, കണ്ടപ്പോൾ തന്നെ ഉള്ള ജീവൻ പോയത്. അത് അവൻ ആ രൂപത്തെയാണ് നോക്കിയത്. ഹലോ, ഇവിടെ നിൽക്കുന്ന കണ്ട്. ഗൈസ്, അത് ഇവിടെ നിൽക്കുന്ന കണ്ടത് എക്സ്ട്രീം ക്യാപ്ചർ. എൻ്റെ അമ്മ, അത് അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. കാരണം ഡ്രാഗൺ വന്നിട്ട് ഈ സൈഡ് അങ്ങോട്ടും പല സൈഡ് നോക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് തൊട്ട് തന്നെ. പക്ഷേ അവൻ ലാസ്റ്റ് ഇങ്ങോട്ട് നോക്കിയ സമയത്താണ് ഞാൻ ക്യാമറ തിരിച്ച് നോക്കിയപ്പോഴത്തേക്കും ഇവിടെ ഒരു രൂപം നിൽക്കുന്നതായിട്ട് ശരിക്കും കണ്ട്. ഞാൻ നിങ്ങൾ കണ്ടു കാണും ഇപ്പം. എൻ്റെ പൊന്നോ, എക്സ്ട്രീം ക്യാപ്ചർ. അതും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവൻ്റെ ദേഹത്തുള്ളത് പാരാ, അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ആരാണ്? രണ്ട് എനർജി ഉണ്ട്. അപ്പോൾ അതോ ഇവിടെ നിന്ന് എനർജിയുടെ പ്രസൻസ് ആണോ അവൻ്റെ ദേഹത്തുള്ളത്? അവൻ്റെ ദേഹത്തിന് മുഴുവനായിട്ട് കയറാൻ പറ്റിയില്ലയോ? എന്തത് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് ഇവിടെ വെച്ചാ കണ്ടത്. യാ എടാ, എന്തിനോടാ ഞാൻ ബാഗ് ഇന്ന് തുറക്കുന്നേ? ട്രാകാ അതെടുക്കില്ല. നീ വിട്ട് എടുക്കില്ല. ആ ഇറച്ചി എടുക്കുമോ? ഇറച്ചി വിട്ട് ബായ് വിട്. ഡാ കളിക്കില്ല. ഡാഗ നീ വിട്ടേ ഇവിടെ ബായ് വിടറാ. ആ ഇറച്ചി എടുക്കാൻ നോക്കുന്നേ. വിട്ട് ആ ഇറച്ചി എടുക്കാൻ നോക്കുന്ന കേട്ടോ ബാഗിനകത്തുനിന്ന്. എൻ്റെ ദൈവമേ, ഡാ മതി കേട്ടോ. ഡാ, ഇത് സമയം കുറേ ആയി. ദൈവമേ, അതിനകത്ത് ആ ഇറച്ചി ഇരിപ്പുണ്ട്, അതെടുക്കാനാണ് നോക്കിയേ. ഗൈസ്, എന്തായാലും ഞാനാണെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. കാരണം ഇത്രയും നേരം വന്നിട്ട് എനിക്കിത് എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് എനിക്കറിയാം, ഇത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ ശ്രമിച്ചത് ആ ഗോസ്റ്റ് ഇത്ര റിസ്ക് എടുത്തല്ലേ, സോ അറ്റ്ലീസ്റ്റ് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം ടൈം കൊടുത്തത്. 10 മിനിറ്റിന് മേലെയായി. 2 മിനിറ്റ് മാത്രമേ പാടുള്ളായിരുന്നു. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഓരോ സെക്കൻഡും ഭയങ്കര റിസ്ക് ആണെന്നുള്ളത്. സോ ഇപ്പോൾ കണ്ടു കാണും, ആ പച്ച ഇറച്ചി വന്നിട്ട് എടുത്ത് കഴിക്കാനാണ് നോക്കിയത്. സോ ഇനി അപകടമാണ്, റിസ്ക് ആണ് ഓരോ സെക്കൻഡ്. ഇനി ഇല്ല, ഇവിടെ നിർത്താൻ പോകണം. ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. സോ ഡ്രാഗ മതി കേട്ടോ, ഞാൻ നിർത്താൻ പോവാണ്. ഇവൻ്റെ ദേഹത്തുള്ള എന്തുവാണെങ്കിലും ഇതോടെ നിർത്തിക്കോ. എന്തോടെ നോക്കുന്നത് നീ? എന്തുവാണ് നിർത്തിക്കോ, ഇതോടുകൂടി നിർത്തിക്കോ. ഞാൻ വീഡിയോ നിർത്താൻ പോവാണ്. ഇവന് ഒരു പ്രശ്നം വരാൻ പാടില്ല. നിങ്ങൾ ഇപ്പം തന്നെ എൻ്റെ ദേഹത്തുനിന്ന് പുറത്ത് പോയിക്കോ. എനിക്കത് എങ്ങനെ പുറത്ത് കൊണ്ടുവരേണ്ടതെന്ന് എനിക്കറിയാം. എടാ, നീ എന്ത് നോക്കുന്നേ? എന്തുവാണ് നീ നോക്കുന്നേ? ശരി ഗൈസ്, ഓക്കെ, ഞാൻ വീഡിയോ നിർത്താൻ പോവാണ്. ഓക്കെ.
ഗൈസ് വീഡിയോ ഫൈനലി ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ കഴിഞ്ഞ് ഞങ്ങൾ താഴെ വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ടിരിക്കുകയാണ്. ഡ്രാഗൻ്റെ കിളി പോയിരിക്കുകയാണ്. അത് എന്താണെന്നുള്ളത് ഞാൻ പറയാം. എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വീഡിയോ കണ്ടു കാണും. വീഡിയോയിൽ വന്നിട്ട് സോ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ താഴെ പറയുക. ഓക്കെ, അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ വേറെ കാര്യങ്ങൾ. പക്ഷേ എന്നെ ഇതാക്കിയൊരു സംഭവമുണ്ട്. സോ നിങ്ങൾ കുറച്ച് പേര് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വീഡിയോ കണ്ടപ്പോൾ തന്നെ ചിലവരത് നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ഞാനീ പറയാൻ വന്ന കാര്യം. പക്ഷെ ഞങ്ങളതിപ്പോഴാണ് കണ്ടത്. താഴെ വന്നിട്ട് ഞങ്ങളിന്ന് വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഫുട്ടേജ് ചായ കുടിച്ചുകൊണ്ട്. അപ്പോഴാണ് ആ സംഭവം കണ്ടത്. അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവനും മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക, ഡ്രാഗനും. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോ അത് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഡ്രാഗനോടൊരു സംഭവം ചോദിക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട് നിനക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത്, നീ എന്തൊക്കെയാണ് ചെയ്ത്, എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയാം, ഓഡിയൻസും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്പിരിറ്റ്, ഒരു സ്പിരിറ്റ് നിൻ്റെ ദേഹത്ത് കയറിയിട്ടുണ്ടല്ലോ, നിനക്കപ്പോൾ എന്താ ഫീലായത്? നിനക്കപ്പോൾ എന്താണ് നിൻ്റെ ശരീരത്തിന് നിനക്കെന്താണ് അപ്പോൾ ഫീലായത്? നിനക്കെന്താണ് തോന്നിയത്? അതായത് നമ്മളെ ഒരു ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറയുമല്ലോ, സ്പേസ്. ബ്ലാക്ക് ഹോളോ? എന്തുകൊണ്ടോ അതിൻ്റെ എല്ലാ പീസ് പോയോ? അതായത് നമ്മളിപ്പോൾ ഫുള്ളിരുട്ട്, ചുറ്റുരുട്ട്, ഒരു തരി പോലും വെളിച്ചമില്ല. എൻ്റെ സെൻറ്ററിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും ഒരു ഫീലിങ്? ചുറ്റൊന്നും അറിയാതെ നമ്മളത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പോലെ ആ ഒരു ഫീലിങ്. നീ എന്താ ചിരിക്കുന്നേ? ഫീലിങ്, ആ ഒരു ഫീലിങ്. എന്താ കഞ്ചാവ് പഠിച്ചിട്ട് ഫീലിംഗ് ആണ്. അതൊക്കെ നീ എന്താ വന്നപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്നേ? നിങ്ങളെല്ലാം കൂടെ എന്ത് ഒന്നുമില്ല, ലക്കിലി എല്ലാം പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എന്താ എങ്ങനെയാണെന്ന് ഇവിടെ നിന്നാണെന്ന് ഒരു പിടുത്തമില്ല എനിക്ക്. നീ എന്താ ചിരിക്കുന്നത്? നിന്റെ ദേഹത്ത് പ്രേതം കയറിയിട്ടുള്ള കാര്യം ചോദിക്കുന്നത്. നീ എന്താ ചിരിക്കുന്നതിന്? ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ഓ, ഇതൊന്നും നീ അറിഞ്ഞില്ലല്ലോ. ഓക്കെ, ബട്ട് വേറെ കാര്യം പറയാം. ഇവൻ താഴെ വന്നപ്പോൾ തൊട്ട് ചിരിച്ചോണ്ടിരിക്കുന്നത്. സേഫായിട്ട് പുറത്തോണ്ട് വന്നു. ആളിപ്പോൾ സേഫാണ്, അതൊന്നും പേടിക്കണ്ട, പക്ക ഓക്കെയാണ്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ബട്ട് ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. സോ അതുകൊണ്ട് ഒരു ഇരുട്ടിനകത്ത് നിന്നോട്ടാണ് തോന്നിയത്. ഇരുട്ട്, ഫുൾ ഇരുട്ടായിരുന്നു. അങ്ങനെ ഫീൽ ആയി എനിക്ക്. ഫുള്ളിരുട്ട് നമ്മൾ സ്പേസിൽ അകപ്പെട്ട്, നമ്മൾ സ്പേസിൽ എങ്ങോട്ടും അനക്കമില്ല, നടക്കാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല, അന്തരീക്ഷത്തിൽ നിൽക്കുമല്ലോ, ആ ഒരു ഫീലിംഗ്. ഫുൾ ഇരുട്ടിൽ നിൽക്കുന്ന പോലായിരുന്നു. അത് നീ ഒറ്റയ്ക്കുള്ളായിരുന്നോ? ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ സംസാരിക്കുന്ന സൗണ്ടൊക്കെ കേട്ടായിരുന്നോ? അങ്ങനെ സൗണ്ടായിട്ട് എവിടേക്കോ ഒരുമാതിരി ആരൊക്കെയോ എന്തൊക്കെയോ പഴയ ഓർമ്മകളൊക്കെ മെല്ലെ 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 അങ്ങനെയാണ് ഫീൽ ആയത്. ഇപ്പൊ നീ ഓക്കെ അല്ലേ? പെർഫെക്റ്റ് ഓക്കെ ആണ്, ഇപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. സോ കൈവിട്. ഇത്ര വലിയ റിസ്ക് എടുത്തതിന്, അതും ധൈര്യത്തോടെ ചെയ്തില്ലയോ രണ്ടാമത്തെ വീഡിയോ തന്നെ, അത് സംബന്ധിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയും വന്നിട്ട് അടുത്ത ടെസ്റ്റ്. സംഭവം എന്ന് വെച്ചാൽ ഇവൻ കയറി വന്നപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ നേരം ഇവൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ എല്ലാവരും? ഇവിടെ ഒരു പൊട്ടുപോലെ സംഭവം ഉണ്ട്. ഇത് വന്നിട്ട് വേറെ, ഇത് പിന്നെ ജനറ്റിക്കായിട്ടുള്ളതാണ്. പക്ഷേ വീഡിയോയിൽ ഒരു പോർഷനിൽ ഒരു സ്ഥലത്ത് മാത്രം ഇവൻ്റെ നെറ്റിയിൽ പൊട്ടുണ്ട്. ഇത് ചിരിക്കാനുള്ള കാര്യമല്ല, സീരിയസ് ആയിട്ട് പറയാം. ഇവൻ്റെ നെറ്റിയിൽ പൊട്ടുണ്ട്. അത് വന്നിട്ട് ഫുട്ടേജ് കണ്ട സമയത്താണ് എനിക്ക് എൻ്റെ കിളിയെ പോയി. കാരണം അത് എങ്ങനെ സംഭവിച്ചു? കാരണം ആ ഫുട്ടേജ് മുൻപും ഇവൻ്റെ നെറ്റി പൊട്ടില്ല, അതിനുശേഷവും പൊട്ടില്ല. ആ ഒരു പർട്ടിക്കുലറായിട്ടുള്ള സ്ഥലത്ത് മാത്രം ഇവൻ നെറ്റി പൊട്ടുണ്ട്. അതായത് ഇവൻ എന്നെ നോക്കി ചിരിക്കുന്ന ഒരു പോർഷനാണ്. അങ്ങനെ ആ പ്രേതത്തെ കണ്ടിട്ട് ആ ഗോസ്റ്റിനെ നോക്കിയിട്ട് എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നുണ്ട്. ആ ഒരു സ്ഥലത്താണ് ഇവൻ്റെ നെറ്റിയിൽ പൊട്ടിയിരിക്കുന്നത്. അതിനെപ്പറ്റി എനിക്ക് സോ അതാണ് അതെനിക്ക് കൺഫ്യൂഷൻ വന്നതെന്ന് നിങ്ങൾ കണ്ടു കാണും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടെന്ന്, എനിക്കൊരു സംഭവം തോന്നുന്നുണ്ട് ഉള്ളിൽ, ബട്ട് അത് ഞാൻ പറയുന്നില്ല കാരണം അതിലോട്ട് പോകണ്ട. എനിക്കൊരു സംഭവം തോന്നുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വന്നിട്ട് ഇതുകൊണ്ടായിരിക്കാം ഇന്നതുകൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. എനിക്കൊരു സംഭവം തോന്നുന്നുണ്ട്, അത് ഞാൻ പറയുന്നില്ല, അത് ഞാനിവിടെ കാണിക്കുന്നില്ല, പറയുന്നുമില്ല. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക.
ഇതാണ് സംഭവം ഗൈസ്. ഓക്കെ അല്ലേ? എന്തായാലും ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു ഗോസ്റ്റ് വീഡിയോ പോയി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്. ബൈ. Shadows stretch while the echoes cry. Footsteps fall, but no one's near. Whispered secrets fuel your fear. The chill creeps slow like ivy's pull in the dark.